നമസ്കാരം. ഞാൻ കമലാംബിക. ശ്രേഷ്ഠം മലയാളത്തിലേക്ക് അവർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം തരത്തിലെ ആദ്യ പാഠമായിട്ടുള്ള കഥകളതിമോഹനം. അപ്പോൾ പാഠഭാഗത്തിലേക്ക് കിടക്കുന്നതിന് മുൻപ് നമുക്ക് സാഹിത്യ പരിചയം, പിന്നെ പാഠസന്ദർഭം. ഇതിൽ ഏത് ക്ലാസ് ആയിക്കോട്ടെ, ഏത് പാഠഭാഗമായിക്കോട്ടെ, സാഹിത്യ പരിചയം എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ ഈ എങ്ങനെയാണ് ഒരു സാഹിത്യ പരിചയം നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ 10ാം തരത്തിൽ ഇന്ന സാഹിത്യകാരനെ കുറിച്ച് ഒരു ഖണ്ഡിക എഴുതുക, അങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെന്താ, വൺ വേർഡ് ക്വസ്റ്റ്യൻസിലാണ് സാധാരണയായിട്ട് വരിക. എങ്കിലും ഒരു ശരിക്കും പറഞ്ഞൊരു സാഹിത്യ പരിചയത്തിൽ എന്തൊക്കെ ആവശ്യമാണ്, ഒരു എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ എന്തൊക്കെ ആവശ്യമാണ്? കവിയുടെ മുഴുവൻ പേര്, അതേപോലെ കാലഘട്ടം, ജനിച്ച സ്ഥലം, മാതാപിതാക്കളെ കുറിച്ച് അറിയുമെങ്കിൽ അവരെ കുറിച്ചുള്ളത് വിശേഷണങ്ങൾ, കവിയെക്കുറിച്ചുള്ള സാഹിത്യകാരന്മാരെ കുറിച്ചുള്ള വിശേഷണങ്ങൾ, അതേപോലെ അവരുടെ കൃതികൾ, അവർക്ക് ലഭിച്ച അവാർഡ്, പിന്നെ മരണം, ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ ഓക്കെ, അതല്ലെങ്കിൽ മരിച്ച കാലഘട്ടം അല്ലെങ്കിൽ വർഷം. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ കഥകളതിമോഹനം എന്ന പാഠഭാഗത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ദ്രോണപർവത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ മഹാഭാരതം കിളിപ്പാട്ട് എഴുത്തച്ഛൻ്റെതാണ്. അപ്പോൾ എഴുത്തച്ഛനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് പറയേണ്ടത്? ആദ്യം നമ്മൾ പറഞ്ഞത് എന്താണ്? മുഴുവൻ പേര്. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് എഴുത്തച്ഛൻ്റെ മുഴുവൻ പേര്. കാലഘട്ടം എന്ന് പറയുന്നത് എപ്പോഴാണ്? 15നും 16നും ഇടയ്ക്ക് ഉള്ള കാലഘട്ടമാണ് എഴുത്തച്ഛൻ്റെത് എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നു. ഇനി അദ്ദേഹം ജനിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂർ എന്ന സ്ഥലത്ത് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്തുള്ള തുഞ്ചൻ പറമ്പിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ജന്മസ്ഥലമായി. ഇനി ഇദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങളാണ് പിന്നെ നമുക്ക് പറയുന്നത്. കാരണം മാതാപിതാക്കളെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത്ര അറിവില്ല. അപ്പോൾ വിശേഷണങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരാളാണ് എഴുത്തച്ഛൻ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പ്രാചീന കവിത്രയം പറഞ്ഞാൽ 3 ആൾക്കാരാണ്. ഒരേ കാലഘട്ടത്തിൽ ഒരേപോലെ പ്രശസ്തിയുള്ള 3 ആൾക്കാരെയാണ് കവിത്രയം എന്ന് പറയുന്നത്. ഇത് പ്രാചീന കാലമായതുകൊണ്ട് നമ്മൾ പ്രാചീന കവിത്രയം പറയുന്നു. ബാക്കി 2 പേര് ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരുമാണ്. ബാക്കി 2 പേര് അല്ലേ. അപ്പം 1 പ്രാചീന കവിത്രയത്തിൽപ്പെട്ട ഒരാൾ, 2 കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് എഴുത്തച്ഛനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലേ. കിളിപ്പാട്ട് പ്രസ്ഥാനം ഉണ്ടാക്കിയത് അദ്ദേഹമാണ് എന്ന് പറയുന്നുണ്ട്. 3 ഭക്തിപ്രസ്ഥാനത്തിൻ്റെ വക്താവാണ് അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ സ്ഥായിയായ ഭാവം ഭക്തിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഭക്തകവി, ഈ പേരുകളിലൊക്കെ അദ്ദേഹം. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ മലയാള ഭാഷയുടെ, അതായത് ആധുനിക മലയാള ഭാഷയുടെ പിതാവ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണല്ലോ. അപ്പോൾ ഈ തരത്തിലൊക്കെ അദ്ദേഹത്തിന് വിശേഷണങ്ങളുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ആ കാലഘട്ടത്തിൽ സാംസ്കാരികപരമായിട്ട് അധർപ്പതിച്ചു കിടന്നിരുന്ന ഒരു സമൂഹത്തെ ഇങ്ങനെ എന്താണ് ഭക്തിയുടെ മാർഗത്തിൽ കൂടെ നയിച്ച് അതിനെ ഉദ്ധരിച്ചു എന്ന് പറയപ്പെടുന്നു. അങ്ങനെ ആ തരത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവും കൂടിയാണ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ. ഇനി ഇത് കൂടാതെ ഇനി നമുക്ക് എന്താ അറിയേണ്ടത്? അദ്ദേഹത്തിൻ്റെ കൃതികളാണ് അറിയേണ്ടത്. കൃതികൾ മഹാഭാരതം കിളിപ്പാട്ട്, രാമായണം കിളിപ്പാട്ട്, ഇത് എന്തായാലും അദ്ദേഹത്തിൻ്റെതാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നു. ഇത് കൂടാതെ ഭാഗവതം കിളിപ്പാട്ട്, ഹരിനാമ കീർത്തന, 24 വൃത്തം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെതാണ് എന്ന് പൊതുവെ പറയപ്പെടുന്നു. പക്ഷേ അതിന് എന്താ പറയുക, നിശ്ചയമില്ല. അതിന് 2 അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഇത്രയുമാണ്. പിന്നെ പറഞ്ഞത് നമ്മൾ എന്താ, മരണം എവിടെയാണ്? എഴുത്തച്ഛൻ്റെ അവസാന കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചത് പാലക്കാട് ചിറ്റൂർ താലൂക്കിലാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു കവിയെക്കുറിച്ച് അറിയേണ്ടതായിട്ടുള്ള ആ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇനി പാഠസന്ദർഭത്തിലേക്ക് കിടക്കാം. അതിനു മുൻപ് കിളിപ്പാട്ട് പ്രസ്ഥാനമാണ് എഴുത്തച്ഛൻ്റെ പ്രസ്ഥാനം എന്ന് പറഞ്ഞു അല്ലേ. എന്താണ് കിളിപ്പാട്ട് പ്രസ്ഥാനം? അത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണേ. അപ്പോൾ കിളിപ്പാട്ട് പ്രസ്ഥാനം എന്ന് പറയുന്നത്
കിളിയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിൽ കവിത എഴുതുക. അദ്ദേഹത്തിൻ്റെ കവിതകൾ മുഴുവനും കിളിയെ ശാരിക പൈതൽ എന്നാണ് പറയുന്നത്. നമുക്കറിയാം ശാരിക പറഞ്ഞാൽ തത്തയാണ്. അപ്പൊ തത്തയെ കൊണ്ട് കഥ പറയിക്കുന്ന രീതിയിലുള്ള ഒരു അവതരണ ശൈലി, തത്തയെ വിളിച്ചു വരുത്തി കഥ പറയാൻ ആവശ്യപ്പെടുകയോ അതിനനുസരിച്ച് തത്ത കഥ പറയുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. അതാണ് കിളിപ്പാട്ട് പ്രസ്ഥാനം കേട്ടോ. അപ്പോൾ അത് മനസ്സിലായി. ഇനി പാഠസന്ദർഭത്തിലേക്ക് വരുമ്പോൾ ഈ മഹാഭാരതത്തിലെ ദ്രോണപർവത്തിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗം മാത്രമാണ് നമ്മൾക്ക് പഠിക്കാനുള്ള കഥകൾ അതിമോഹനം. അപ്പോൾ എഴുത്തച്ഛൻ്റെ ശരിക്കും പറഞ്ഞാൽ മൂലഗ്രന്ഥമായിട്ടുള്ള വ്യാസ മഹാഭാരതത്തിൽ ഈ ദ്രോണപർവം 7ാമത്തെ പർവമാണ്. അതിൽ ആകെ പർവങ്ങൾ 18 കേട്ടോ. കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൽ ഈ 18 കൂടാതെ ഒരു 3 പർവങ്ങളും കൂടെ എഴുത്തച്ഛൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെ 21 പർവങ്ങളാണ് മഹാഭാരതം കിളിപ്പാട്ടിലുള്ളത്. അതിൽ 9ാമത്തെ പർവമാണ് ദ്രോണപർവം. അപ്പോൾ ഈ ദ്രോണപർവത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ ആദ്യ കൗരവന്മാരുടെ ആദ്യ സേനാധിപതിയായിരുന്ന ഭീഷ്മര് ശരശയ്യയിൽ വീണ ശേഷം ഇതൊരു നാഥനില്ല കളരി പോലെ അവരുടെ കൗരവര് ആളില്ലാതെ അല്ലെങ്കിൽ നാഥനില്ലാതെ സേനാപതി ഇല്ലാതെ വിഷമിക്കുന്നു. അപ്പോൾ അതിനുശേഷം എന്തുണ്ടായി എന്ന് കിളിയോട് ചോദിക്കണം. അപ്പോൾ കിളി പറയുന്ന രീതിയിലാണ്. അപ്പോൾ അതിനുശേഷം ദുര്യോധനൻ കർണൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കർണനോട് സേനാപതിയാകണം, എന്നിട്ട് കൗരവ പടയെ നയിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് കർണൻ്റെ മറുപടിയും ഞാനല്ല, സേനാപതി ആകേണ്ടതായിട്ടുള്ള ആള് ദ്രോണരാണ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ള കഥകൾ അതിമോഹനം എന്ന പാഠഭാഗം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യമാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. കാരണം അതിനുശേഷം ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാഠത്തിൻ്റെ ആശയമാണ്. അത് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.